ലോകം ഇന്നൊരു വലിയ യുദ്ധഭീതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്. പെറ്റമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ പലരും പലതും പറയും. പക്ഷേ ഒന്നുറപ്പാണ്, ലോകത്തെ ഒന്നാകെ വിറപ്പിക്കുന്ന വമ്പന്മാരായ അമേരിക്കയുടെ മുന്നിൽ തലകുനിക്കാതെ, കണ്ണിൽ ചോരയില്ലാതെ മുട്ടുവിറപ്പിക്കാതെ നേർക്കുനേർ നിൽക്കാൻ ഇറാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. അതേ പശ്ചിമേഷ്യയിൽ വീണ്ടും ചോരമണം ഉയരുകയാണ്. തോക്കിന് തോക്കുകൊണ്ട്, കണ്ണിന് കണ്ണുകൊണ്ട് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. തങ്ങളുടെ മണ്ണിൽ കാലുകുത്താനാണ് അമേരിക്കയുടെ ഭാവമെങ്കിൽ സർവശക്തിയും എടുത്ത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. വെറുമൊരു ഭീഷണിയല്ല ഇത്. ഇറാൻ മാന്തിയാൽ ചോരയല്ല, എണ്ണ ഒഴുകുന്നത് നിലയ്ക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു തുള്ളി എണ്ണ പോലും ഇനി പുറത്തേക്ക് പോകില്ലെന്നും മേഖലയിലെ പാലങ്ങളും കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ വരെ തകർത്തെറിയുന്നുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇറാന്റെ ചർച്ചാ സംഘത്തലവനും പാർലമെന്റ് സ്പീക്കറുമായ ഗാലിബാഫ് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഇനിയും തട്ടാൻ വന്നാൽ ഈ മേഖലയിൽ ഇനി ആരും എണ്ണ വിൽക്കില്ല, ഒരു കപ്പലും ഈ വഴി കടന്നു പോകില്ല. കാര്യങ്ങൾ വെറുതെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിർത്തിയിലെ യാത്രാ ടെർമിനലിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 2 പാവം സാധാരണക്കാർ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. കാൽനടയായി പോവുകയായിരുന്ന അറേബ്യൻ തീർത്ഥാടകർക്ക് നേരെയാണ് ഈ അക്രമം ഉണ്ടായതെന്നാണ് ഇറാൻ പറയുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമെന്ന ശൈലിയിൽ ഇറാനും തിരിച്ചടിച്ചു. കുവൈത്തിലെ 3 US താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. ജോർദാനിലും കടുത്ത പോരാട്ടം തുടരുന്നു. ഇതിനിടയിലാണ് വിഷയത്തിലേക്ക് ഹൂത്തികളുടെ വരവ്. ബാബ് അൽ മദ്ദബിൽ വെച്ച് 2 സൗദി കപ്പലുകളാണ് ഹൂതികൾ തകർത്തു കളഞ്ഞത്. വടിയെടുക്കുന്നവന്റെ മുന്നിൽ വാളെടുക്കുന്ന അവസ്ഥയാണിപ്പോൾ. സംഗതി വഷളായാൽ സൗദിയെ സഹായിക്കാൻ പാകിസ്ഥാൻ സൈന്യം നേരിട്ട് കളത്തിലിറങ്ങിയേക്കും. കാരണം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ സൈനിക കരാറുണ്ട്. അതായത് സൗദിയെ തൊട്ടാൽ അത് പാകിസ്ഥാനെ തൊട്ടതിന് തുല്യമാണ്. എന്നാൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു ചരിത്രപരമായ സംഭവം നടക്കുന്നത്. ഇറാനെ ഒരു വശത്ത് തളയ്ക്കാൻ നോക്കുമ്പോൾ മറുവശത്ത് അയൽക്കാരായ സൗദി അറേബ്യയുമായി അമേരിക്ക ഒരു വലിയ ആണവ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. 30 വർഷത്തേക്കാണ് ഈ ചരിത്ര കരാറ്. ഇനി സൗദിയിൽ ആണവ റിയാക്ടറുകൾ ഉയരും, സൗദിക്കും ആണവ സമ്പുഷ്ടീകരണത്തിന് വഴി തുറക്കും. ഒരു വശത്ത് ഉലക്ക കൊണ്ടടിക്കുമ്പോൾ മറുവശത്ത് പൂച്ചെണ്ട് നൽകുക എന്ന് പറയുന്നത് പോലെ ഇറാന്റെ ആണവ പദ്ധതികളും യുറേനിയൻ ശേഖരവും തകർക്കാൻ അമേരിക്ക സർവശക്തിയും എടുത്ത് പണിയെടുക്കുമ്പോഴാണ് സൗദിയെ ആണവശക്തിയാക്കി മാറ്റാൻ അമേരിക്ക കരാർ ഒപ്പിടുന്നത്. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ പുത്തൻ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുകയാണ് സൗദിയുടെ ലക്ഷ്യമെങ്കിലും പശ്ചിമേഷ്യയിൽ ഈ പുതിയ കരുനീക്കം ഇറാന് വലിയൊരു ഭീഷണിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വിട്ടുകൊടുക്കാൻ ഇറാനും വിരട്ടാൻ അമേരിക്കയും കരുക്കൾ നീക്കാൻ സൗദിയും നിൽക്കുമ്പോൾ പശ്ചിമേഷ്യ എന്ന ഈ വെടിമരുന്ന് ശാലയ്ക്ക് എപ്പോഴാണ് തീപിടിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടിച്ചാൽ തിരിച്ചടിക്കും, കണ്ണെടുക്കാൻ വന്നാൽ കണ്ണ് തന്നെ പിഴുതെടുക്കും എന്ന ഇറാന്റെ ഈ ഉറച്ച നിലപാട് അമേരിക്കയെ ശരിക്കും മുൾമുനയിൽ തന്നെയാണിപ്പോൾ നിർത്തിയിരിക്കുന്നത്.